ഇങ്ങനെ നമ്മളെ പണ്ഡിതന്മാരൊക്കെ ഏറ്റവും പ്രബലമായി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഫത്വകൾക്കും കാര്യങ്ങൾക്കൊക്കെ അവലംബിക്കുന്ന തുഹ്ഫ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തുഹ്ഫ വെറുതെടുത്ത് ഇങ്ങനെ നോക്കി. സ്ത്രീകൾ പള്ളിയിൽ കയറുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അവിടെ കാര്യമായിട്ട് വിശദീകരണം? അവിടെയൊക്കെ പറയുന്ന ഒരു കാര്യം അത് ഫിത്തന പേടിച്ചുകൊണ്ടുള്ള വിഷയങ്ങളാണ്. ആൺപെൺ കലരലുകൾ അവിടെ ചർച്ചകളിൽ മുഴുവനും ആയവർക്ക് പറ്റുമോ, യുവതികൾക്ക് പറ്റുമോ, അതേപോലെ എന്താ പറയുക സൗന്ദര്യം വർദ്ധക വസ്തുക്കൾ ഡ്രസ്സിങ്ങിലും അതേപോലെ തന്നെ ആഭരണങ്ങളിലൊക്കെ അങ്ങനെ ഒന്ന് ആണുങ്ങളിൽ ശഹവത്തുണ്ടാക്കുന്ന തരത്തിൽ വരാൻ പറ്റുമോ എന്നുള്ള ചർച്ചകളൊക്കെയാണ് ഏതായാലും അവിടെ നടക്കുന്നത്. പല അഭിപ്രായങ്ങൾ ഫിഖ്ഹിൽ 4 മദ്ഹബുകളിലും പല അഭിപ്രായങ്ങളുള്ള ഒരു വിഷയമാണ്. അത് പള്ളി പ്രവേശനമല്ല, ജമാഅത്തിന് സ്ത്രീകൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. ഏതായാലും ഞാൻ ആ ഒരു സമയത്ത് അവൻ്റെ ഹാഷിയയിൽ ഷെർവാനിയുടെ ഹാഷിയയിൽ ഇങ്ങനെ പോയി നോക്കിയപ്പോൾ കണ്ട ഒരു ഭാഗമാണ്. ഇതിൻ്റെ അർത്ഥം അറിയണവർക്ക് അറിയായിരിക്കും. യദ്ഖുലു ഫീ ഖൗലിഹി അൽ ജമാഅത്ത്, ജമാഅത്ത് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ പ്രവേശിക്കും. അൽ ജുമുഅ, ജുമുഅകൾ പ്രവേശിക്കും. ജുമുഅ അതിൽ പെടും. വൽ അയ്യാദു, പെരുന്നാളുകൾ. വൽ ഇസ്തിസ്ഖാഉ, മഴയെ തേടിയിട്ടുള്ള നിസ്കാരം. ഇപ്പോൾ മജാലിസുൽ വഅലി, വഅലിൻ്റെ മജ്ലിസുകൾ, മജ്ലിസുന്നൂർ പെട്ടു, നൂറെ അജ്മീർ പെട്ടു, ഷാജാ റഹ്മാനിൻ്റെ ക്ലാസ് അതിൽ പെട്ടു. ഇനി ആരതൊക്കെ ഉണ്ടോ അതെല്ലാം അതിൽ പെട്ടു. ഞാൻ അതിന് ശേഷം ഒന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു, ലാ സിയമ ഇൻദൽ ജുഹാലില്ലദീന തഹല്ലൗ ബി ഹില്യത്തിൽ ഉലമായി, പണ്ഡിതന്മാരുടെ വേഷം ധരിച്ച മഹാജുഹലാക്കളുടെ, പൊട്ടന്മാരുടെ, സുഫാക്കളായ വിവരമില്ലാത്ത ആളുകൾ പണ്ഡിതന്മാരെ കോലം കെട്ടി ഇറങ്ങുന്ന ആ ടൈപ്പ് ആളുകളുടെ പരിപാടിക്ക് പങ്കെടുക്കുന്നതും ഇതിൽ ഉൾപ്പെടും. എന്തായാലും ഉൾപ്പെടും, പ്രത്യേകിച്ച് എന്നാണ്. അവന് ഓലല്ലാത്തതിൽ പെടൂല എന്നല്ല. അപ്പോൾ മജാലിസുൽ വാദ് പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണമായിട്ടില്ല, ആ സിയമ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. ഇതൊന്നും നമ്മളാളുകൾ, കാരണം പൈസ ഇട്ടുന്ന പരിപാടിയാണ് ഇത്, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രചരിപ്പിച്ചോടെ, ഒന്നും പ്രശ്നമുള്ള കേസല്ല. പൈസ ഇട്ടുന്ന പരിപാടിക്ക് പെണ്ണുങ്ങൾക്ക് എങ്ങനെ ഇറങ്ങിപ്പോവാം. അതല്ലാതെ പള്ളിയിൽ നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പറയുമ്പോൾ ജമാഅത്തിന് വേണ്ടി മാത്രമല്ല, നിലവിൽ നമ്മളെ ഒരു കൗമിൻ്റെ ഇടയിലുള്ള വലിയൊരു വിഷയമാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, പള്ളി കയറി നിസ്കരിക്കാൻ പാടില്ല. മുജാഹിദിൻ്റെ പള്ളി അവിടെ ഉണ്ടാവും, അതിൽ പെണ്ണുങ്ങൾക്ക് കയറി നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവും. എന്നാലും പള്ളി കയറൽ പെണ്ണുങ്ങൾക്ക് പറ്റൂല എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. വയലിന് പോണതൊക്കെ അതേ ഹുക്കുമിലുള്ളതാ. ഇതെന്താണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാത്തത്? യാ അല്ലാ, എത്ര സങ്കട ഇത്തരം വോയിസുകളൊക്കെ കേൾക്കുമ്പോന്നറിയോ. പരമ്പരാഗതമായ ഒരു പാരമ്പര്യ ധാർമ്മികത ഇവരെ തകർത്ത് തരിപ്പണാക്കുകയാണ്. നമുക്കൊരു ഫ്രെയിം ഉണ്ടല്ലോ അവിടെ. ഫുഖഹാക്കളായ നമ്മുടെ മുൻഗാമികളായ ഉലമാക്കളൊക്കെ എത്ര സൂക്ഷ്മതയോടെ ഇത്തരം വിഷയം കൈകാര്യം ചെയ്ത്, അവർ കിതാബ് കണ്ട ഇബാറത്ത് മാത്രമല്ല, അതിൻ്റെ വരികൾക്കിടയിലൂടെ ആയത്തുകൾ മാത്രമല്ല, ആയത്തുകളുടെ ആഴങ്ങളിലൂടെ ചെന്നിട്ട് ആഴത്തിലൂടെ പോയിട്ട് അവർ ചില ഉസൂലൊക്കെ വെച്ചിട്ടല്ലേ നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കി തന്നത്. യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കാരം കളാക്കാൻ പറ്റൂല, അവർ പള്ളിയിൽ കയറി സൗകര്യപ്പെടുത്തി ഉടച്ചാൽ നിസ്കരിക്കട്ടെ, അതിനെപ്പറ്റിയല്ല. സാധാരണ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഉള്ള പെണ്ണുങ്ങൾ പള്ളിക്ക് പോകണം, അവർക്കും പള്ളികൾ തടയപ്പെടുകയാണ്, അവരും പള്ളികൾ നിഷേധിക്കപ്പെടുകയാണ് എന്നൊരു സ്വരം തനി വഹാബി മുജാഹിദ് മൗദൂദി സ്വരങ്ങളാണല്ലോ ഇപ്പം ഇന്ന് സുന്നി മൂല്യന്മാരെന്ന് പറയപ്പെടേണ്ട ആൾക്കാർ. നമ്മുടെ ദീനി സ്ഥാപനം പഠിച്ച കുട്ടികളാണല്ലോ ഇപ്പോൾ ഈ പറയണത്, കുട്ടികളാണല്ലോ ഈ പറയണത്. തനി മൗദൂദി വഹാബി ആശയങ്ങളല്ലേ ഇവർ പറയണമൊക്കെ. ഒരു പണ്ടേ പറഞ്ഞല്ലേ, നിങ്ങളെ സ്വലാത്തിന് കൊണ്ടുകൊണ്ട്, സിയാറത്തിന് കൊണ്ടുകൊണ്ട്, മജ്ലിസുന്നൂറിന് കൊണ്ടുകൊണ്ട്, പിന്നെ പള്ളി മാത്രം എന്തിനാണ്? ഇവിടെ ഏത് സുന്നികളാണ് യാത്രക്കാരായ സ്ത്രീകൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയണത്? പള്ളികളിൽ സൗകര്യം ചെയ്യാതെ അവർ പള്ളിൻ്റെ അപ്പുറത്ത് റൂം സൗകര്യം ചെയ്യും. കാരണം സ്ത്രീകളാണ്, ഒരു പെണ്ണ് മാത്രമായിരിക്കില്ല, പല പെണ്ണുങ്ങളും കൂടെ ഉണ്ടാവും. അശുദ്ധിയുള്ള ഒരു കൂട്ടം യാത്ര പോകുമ്പം അശുദ്ധിയുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പള്ളിയാകുമ്പോൾ അവർക്ക് ഇരിക്കാനൊക്കെ പ്രയാസമല്ലേ. നേരെ റൂം നിസ്കരിക്കാൻ വേണ്ടി യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ റൂമാണെങ്കിൽ അശുദ്ധിയുള്ള പെണ്ണൊക്കെ അപ്പുറത്തിരിക്കാനോ, പള്ളിയാകുമ്പോൾ അശുദ്ധിയുള്ള പെണ്ണൊക്കെ അപ്പുറത്തിരിക്കാനൊക്കെ പ്രയാസമല്ലേ? പെണ്ണുങ്ങൾ പല കോലത്തിലുണ്ടാവില്ലേ? അതുകൊണ്ടാണ് പള്ളി സൗകര്യപ്പെടുന്നത്, ഒരു നല്ല വിശാലമായ സൗകര്യം റൂം സൗകര്യപ്പെടുത്തുന്നത്. അതന്നെ ചെയ്യേണ്ടത്. പിന്നെ പഴയ കാലത്തില്ല പറഞ്ഞാൽ, പഴയ കാലത്ത് ഇന്നത്തെ പോലെ യാത്രകളൊന്നും സാർവത്രികമല്ലല്ലോ. ഒന്ന് വാഹനങ്ങൾ പെരുകി, യാത്രകൾ കൂടി, എല്ലാവരും യാത്രക്കാരാണ്. ക്യാമ്പസുകളും കുട്ടികൾ പഠിക്കാൻ പോലും പഠിപ്പിക്കാൻ പോലും ജോലികൾ, അങ്ങനെ രംഗം മാറിയപ്പോൾ ഇന്ന് അതിന് സൗകര്യപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ സുന്നി പണ്ഡിതന്മാർ സൗകര്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ സൗകര്യപ്പെടുത്താത്തതോടെ പെണ്ണുങ്ങൾക്ക് സൗകര്യമല്ല, പള്ളിയിൽ കയറി നിസ്കരിക്കുന്നുണ്ട്, അതിനൊന്നും ആരും നിഷേധിക്കണില്ല. മക്കത്തും അതിൻ്റെ പെണ്ണുങ്ങൾ പോകണം, എല്ലാവർക്കും അറിയാലോ പോകുന്നുണ്ട്.
അവിടെ ഉംറക്ക് പോകുമ്പോൾ തവാഫിന്റെ ഇടയിൽ നിസ്കരിക്കാൻ സൗകര്യം കിട്ടുമ്പോൾ നിസ്കരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ മസലേ പെണ്ണുങ്ങൾ അന്യ പുരുഷന്മാരോടൊപ്പം ഇറങ്ങുക അവരെല്ലായിടത്തേക്ക് പോകാന്ന് പറയുന്നത് നിസ്കാരത്തിന് മാത്രമല്ല, ജുമാക്കും ജമാഅത്തിന് മാത്രമല്ല, എല്ലാത്തിനും കറാഹത്തന്നെ. 4 മദ്ഹബിൽ ഇത്തിഫാക്ക, 4 മദ്ഹബിൽ അത് കറാഹത്താണ്, യാതൊരു സംശയമില്ല. പിന്നെ പള്ളിയേക്ക് പോകണതിന് മാത്രം നമ്മൾ എതിർക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ പള്ളിയേക്ക് നാട്ടുമ്പോൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇമാം നബവി തങ്ങൾ എത്ര കൃത്യമായിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഹദീസ് അല്ല യശ്ഹദുനൽ ഖൈറ വദഅവത്തുൽ മുസ്ലിമീൻ, പെണ്ണുങ്ങൾ ഖൈറായ സംഗതികൾക്ക് അവർ പോകണമെന്ന് പറ. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി തങ്ങളല്ലേ പറഞ്ഞത്, ഫീഹി ഇസ്തിഹ്ബാബു ഹുദൂരി മജാമിൽ ഖൈരി വ ദുആഇൽ മുസ്ലിമീന വ ഹിലഖി ദിക്രി വൽ ഇൽമി വ നഹ്വി ദാലിക. എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പെണ്ണുങ്ങൾ ഹൈറായ സ്ഥലങ്ങളിലേക്ക് പോകൽ സുന്നത്താണ്, തെളിവുണ്ട്. ദുആ മജ്ലിസുകൾ, ദിക്റിന്റെ ഹൽക്കുകൾ, ഇൽമിന്റെ അതുപോലത്തൊക്കെ മജ്ലിസുന്നൂറൊക്കെ പെട്ടില്ല. ഇത് നബിമാൻ പറഞ്ഞല്ലേ. മജ്ലിസുന്നൂർ ഹൈദരാബാദ് തങ്ങളൊക്കെ പണ്ടേ പറഞ്ഞിട്ട് എന്തെങ്കിലും നസീഹത്ത് ഉണ്ടാവണം, വെറും ചൊല്ലി പറയാനല്ല. ഈ ഇൽമിലെ നസീഹത്തോടെ ഉണ്ടാവും. അങ്ങനെ ഇൽമ പഠിക്കാനാണെങ്കിൽ വാജിബാണെങ്കിലും സുന്നത്താണെങ്കിലും പോകാൻ നമ്മൾ ഉലമാക്കൾ പറഞ്ഞിട്ടില്ലേ. കേവലം ദിക്ർ മാത്രമാണെങ്കിലും ഓക്കെ, മഹറമോ സൗജോ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ സൗജോ ഭർത്താവോ മഹറമൊക്കെ ഉണ്ടെങ്കിൽ അതും പ്രശ്നമല്ല. പക്ഷെ എന്നാലും പള്ളിക്ക് ജുമാക്ക് ജമാഅത്തിന് വേണ്ടി പോകുന്നത് വേറെ പ്രശ്നമാണ്, അത് വേറെ പറയണം. മഹറം ഉണ്ടെങ്കിൽ സൗജോ മഹറമൊക്കെ ഉണ്ടെങ്കിൽ ദിക്ർ മജ്ലിസിക്ക് പോകുന്ന പ്രശ്നമില്ല. ഫിത്ന ഉണ്ടെങ്കിൽ പിന്നെ എവിടെയും പാടില്ല, വയലിനും പ്രസംഗത്തിനും ഒന്നും പാടില്ല, അതൊക്കെ വേറെ വിഷയം. അപ്പൊ നമ്മൾ പാരമ്പര്യമായിട്ട് ശ്രദ്ധിച്ചു പോലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പൊളിക്കണം. മുജാഹിദും വഹാബികളും ജമാഅത്ത് എങ്ങനെയാണ് പറ അതേ ശൈലിക്ക് എന്തിനു നമ്മളിങ്ങനെ അധപ്പതിക്കണം? എന്താ നമുക്ക് ഭയങ്കര സങ്കടം ഇത് കേൾക്കുമ്പോ. നവീമാൻ പറയാണ് എന്ത്, അത്തരം മജ്ലിസുകൾ ദിക്ർ മജ്ലിസ് പോലെ സുന്നത്താണ്. കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ഫിത്ന ഭയക്കുമ്പോ ഹറാം, അത് വേറെ വിഷയം. അപ്പൊ ഇന്നിപ്പോ അത് ഇവരെന്തിനാണ് അത് പിന്നെ സാർവത്രികമാക്കാണ്. മജ്ലിസുന്നതിന് പോകില്ല, സിയാറത്തിന് പോകില്ല, വഅദിന് പോകില്ല, അതുകൊണ്ട് പള്ളിയേക്കും പോകണം എന്നാണ് ഇതിലേക്ക് സ്വരം വരണത്. അങ്ങനെയല്ലോ, അത് മജ്ലിസുന്നൂറും വെക്കണമെന്നല്ല, കല്യാണത്തിനും സൽക്കാരത്തിനും മരിച്ചോടത്തുക്കും അടിയന്തരത്തിനും നാപ്പയിനും പേത്തിനോട്ടി കൊണ്ടാൻ പോണതിനും എല്ലാം അങ്ങനെ തന്നെ പുറത്തിറങ്ങി തന്നെ പാടില്ല എന്നാ ഇത് വെച്ച് നോക്കുമ്പോൾ. പിന്നെ എന്തിനാ പള്ളിന്റെ മാത്രം നമ്മളിങ്ങനെ പ്രത്യേക ഒരു കൺട്രോൾ വെച്ചത്? കൺട്രോൾ വെച്ച് ഇനി പ്രശ്നമാവുമല്ലോ. നേരെ വെച്ച് ഡോക്ടറെ കളിക്കാൻ പോകേണ്ട, ഇൽമിന്റെ മജ്ലിസ് പോകേണ്ട, ഇൽമ കേൾക്കുന്നുണ്ട്, വേറെ എത്ര ഹൈറുകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇതിന് ഇവർ ജുമാക്ക് ജമാഅത്ത് പ്രത്യേകം പറഞ്ഞാൽ ഉപയൂത്തുന്ന ഹൈറുള്ള ഉന്ന, വീട് തന്നെയാണ് ഹൈർ, മുത്തുനബി തങ്ങൾ പറഞ്ഞു. പിന്നെ ഷാഫിമ കൃത്യമായിട്ട് പറയില്ല, റസൂലുള്ളാന്റെ ഭാര്യമാരോ റസൂലുള്ളാന്റെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ, ഫാത്തിമ ബിയോ റസൂലുള്ളാന്റെ ഭാര്യമാരോ പെൺകുട്ടിയോ, ഉമ്മാത്തുൽ മുഅ്മിനീൻ ഏതെങ്കിലും ഒരു ജുമാക്ക് ഏതെങ്കിലും ജമാഅത്തിന് ചരിത്രത്തിൽ പോയിട്ടില്ലെന്ന് ഷാഫിമ പറഞ്ഞില്ലേ. ഷാഫിമ പറഞ്ഞത് തീരെ പോയിട്ടില്ല. റസൂലുള്ള പറഞ്ഞു അവർ വീടാണ് ഉത്തമം, മുത്തനബിതങ്ങൾ പറയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒന്നിനും പ്രോത്സാഹനം കൊടുക്കണം. പിന്നെ ഒന്നിനും പുറത്തിറങ്ങാൻ പാടില്ല എന്നാൽ അത് കൂടുതൽ പിന്നെ പൗരോഹിത്യം അങ്ങനെയല്ല പറഞ്ഞത്. ഒന്നിനും പുറത്തിറങ്ങാൻ പാടില്ല, ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാടില്ല, വേദന പാടില്ല, ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരണം, പിന്നെ മരിച്ചെടുത്ത് പോകാൻ പാടില്ല, കല്യാണത്തിന് പോകാൻ പാടില്ല, ഒക്കെ വരൂലേ. അപ്പൊ നമ്മൾ ഉലമാക്കൾ വേർതിരിച്ച് എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. നിസ്കരിക്കാൻ പള്ളി പോകേണ്ട ആവശ്യമില്ലല്ലോ, മദ്രസക്ക് പോകേണ്ട ആവശ്യം വീട്ടിൽ ചെയ്യാൻ. അവർക്ക് ജമാഅത്തൊന്നും ആളുകളെ പോലെ മൊക്കതായ സുന്നത്തും അല്ല, അത് നിർബന്ധമല്ല ജുമാക്ക്. അപ്പൊ വീട്ടിൽ നിൽക്കാനോ മജ്ലിസുന്നൂർ അങ്ങനെ വീട്ടിൽ സംഘടിപ്പിക്കുക, കല്യാണം സർക്കാരൊക്കെ നമ്മൾ പോകേണ്ടി വരില്ലേ. അതേ പറഞ്ഞത് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ പിന്നെ അതവ് പാലിക്കണം, അതൊക്കെ വേറെ വിഷയം. അപ്പൊ ഈ നവീമ പറഞ്ഞൊക്കെ ഫീഹി ഇസ്തിഹ്ബാബു ഹുദൂരി മജാബിൽ ഖൈരി വ ദുആഇൽ മുസ്ലിമീൻ വ ഹിലഖി ദിക്രി വൽ ഇൽമി, ദിക്ർ മജ്ലിസുകൾ, ദിക്ർ ഹൽക്ക, ഇൽമിന്റെ മജ്ലിസ്, ദുആന്റെ മജ്ലിസുകൾ പോലെ സുന്നത്താണെന്നുണ്ട്. ഫിത്നയിൽ ഭയപ്പെടുമ്പോഴുള്ള പ്രശ്നം വേറെ. അപ്പൊ ഈ വിശദമായിട്ട് പറഞ്ഞു ഇതൊന്നും മനസ്സിലാക്കാതെ തനി വഹാബികളും മൗദൂദികളും എങ്ങനെയാണോ പറയാ അതേപോലെ നമ്മൾ ആൾക്കാർ തന്നെ പറയാൻ വരുമ്പം വളരെ സങ്കടമുണ്ട്, പരിതാപകരമുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ പരമ്പരാഗത ഫ്രെയിം തകർത്താൽ ഇവിടെ പലതും തകർക്കപ്പെടും. അള്ളാഹു അതല്ല ജിഫ്രി തങ്ങൾ പറഞ്ഞത് സിനിമ പാടില്ല വെച്ചപ്പോൾ ഏതൊരു വ്യക്തിയെ പറ്റിയിട്ട് സിനിമ പറ്റുമെന്ന് പറയാം, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത്. സംഭവം മസ്തര നോക്കി പറയുകയാണെങ്കിൽ പല വിഷയങ്ങളും പറയാനുണ്ടാവും. പക്ഷെ അതിനൊരു ഫത്വ കൊടുക്കുമ്പോൾ അഭിപ്രായം പറയുമ്പോഴും എല്ലാ ഹൈറുകളും പരിഗണിച്ചിട്ടുള്ള ഉലമാക്കൾ പറഞ്ഞത്. ഇതൊന്നും കാണാത്ത ആൾക്കാരുടെ മുൻഗാമികളൊക്കെ ഇവിടെ കുത്തുബി ഉസ്താദും ചാലകത്തും സദക്കത്തുള്ളവരും ശംസുല്ലമീൻ കണ്ണീത്ത് ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും കളമ്പാടി ഉസ്താദിന്റെ കാലത്തെ മജ്ലിസുന്നൂറും ആയാലും നിൽക്കുന്നൊക്കെ പെണ്ണുങ്ങൾ പോണില്ലേ, സിയാർത്തിനൊക്കെ പോണില്ലേ. പക്ഷെ അന്നേ പള്ളിക്കുള്ള പോക്ക് നിരുത്സാഹപ്പെടുത്തിയേക്കന്നെ. എന്നിട്ട് ഇപ്പൊ നമ്മളൊരു തുഴഫയും ഫതാവൽ കുബറയും അല്ലെങ്കിൽ ഷെർവാൻ എടുത്തുന്നിട്ട് ഇങ്ങനെ പറയാറ് വളരെ മോശമല്ലേ. ഞാൻ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തെ പറ്റി പറഞ്ഞാൽ പൊതുവെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വളരെ സങ്കടമാണ്. എന്നാലോ പെണ്ണ് എന്ന് പറഞ്ഞാൽ പള്ളിക്ക് തീരെ പോകാൻ പാടില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മൾ മൂല്യമാർക്ക് നമുക്കാർക്കും വേണ്ടാവും. പെണ്ണ് പള്ളി വെച്ച് നോക്കുമ്പോൾ പള്ളി പെണ്ണിന് എന്തല്ല ഉത്തരക്കൻ ഹാറാമൊന്നും അല്ല, സാഹചര്യം അനുസരിച്ച് പോകേണ്ടി വരും. മക്കത്ത് പോകണില്ല, മദീനത്ത് പോകണില്ല, യാത്രക്കാരെ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ പോയി പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം സുഹൃത്ത് പെണ്ണുങ്ങൾക്ക് പള്ളിക്ക് നിസ്കരിക്കേണ്ടി വരും, അതൊക്കെ വേറെ വിഷയം, അതൊക്കെ വേണം. പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോഴേക്ക് ഹറാമോ എന്ന് പറഞ്ഞ് വേജാറേണ്ട ആവശ്യം അതുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരാളോടുള്ള വെറുപ്പ് ദേഷ്യം കാരണം എന്താകരുത്. വരാജിരിമന്നക്കും ഷനാന കോമിൻ അല്ല അല്ലാത്ത ആയതിൽ പറഞ്ഞില്ലേ, നമുക്ക് വിഭാഗത്തിനോട് മറ്റൊരാളോട് വെറുപ്പോ അറപ്പോ ഉണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും തിരസ്കരിക്കുക, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുക, അങ്ങനെ പോകാൻ പാടില്ല.
അള്ളാഹു ഒരു ഇസ്തിഖാമത്ത്, ഒരു ഹജ്ജിയെന്നും അല്ല ആവുന്നും അല്ലാത്ത രൂപത്തിൽ പോയാൽ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞ പോലെ